ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ വീഡിയോയിൽ സഭാപ്രസംഗകൻ 1 മുതൽ 6 വരെ അധ്യായങ്ങളിൽ നിന്നുമുള്ള ചോദ്യങ്ങളുടെ 2ാം ഭാഗമാണ് അവതരിപ്പിക്കുന്നത്. 2 വീഡിയോയിൽ നിന്നുമുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നാളെ, അതായത് 21/3/2026 ശനിയാഴ്ച രാത്രി 8 മുതൽ 10 വരെ ഒരു ഓൺലൈൻ പരീക്ഷ നടത്തുന്നതാണ്. ഇതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ച് വാട്സാപ്പ് ഗ്രൂപ്പിൽ ചേരേണ്ടതാണ്. ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ചോദ്യം 1. ജ്ഞാനിക്ക് ആരെക്കാൾ എന്ത് മേന്മയുണ്ടെന്നാണ് സഭാപ്രസംഗകൻ ചോദിക്കുന്നത്? എ. ദരിദ്രനേക്കാൾ, ബി. മൂഢനേക്കാൾ, സി. സമ്പന്നനേക്കാൾ, ഡി. ദുഷ്ടനേക്കാൾ. ഉത്തരം ബി. മൂഢനേക്കാൾ. ചോദ്യം 2. സൂര്യൻ വേഗം തിരിച്ചെത്തുന്നത് എവിടെയാണ്? എ. ഉദിച്ചെടുത്ത് തന്നെ, ബി. സമുദ്രത്തിലേക്ക്, സി. പടിഞ്ഞാറൻ ദിക്കിലേക്ക്, ഡി. ആകാശമധ്യത്തിലേക്ക്. ഉത്തരം എ. ഉദിച്ചെടുത്ത് തന്നെ. ചോദ്യം 3. വാക്കുകൾ ഏറുമ്പോൾ അത് എന്തായി മാറും? എ. പ്രസംഗം, ബി. മൂഢജൽപ്പനം, സി. കവിത, ഡി. ജ്ഞാനം. ഉത്തരം ബി. മൂഢജൽപ്പനം. ചോദ്യം 4. കയ്യും കെട്ടിയിരുന്ന് സ്വയം ക്ഷയിക്കുന്നത് ആര്? എ. ജ്ഞാനി, ബി. ദരിദ്രൻ, സി. രാജാവ്, ഡി. ഭോഷൻ. ഉത്തരം ഡി. ഭോഷൻ. ചോദ്യം 5. ദൈവത്തിൻ്റെ പ്രവൃത്തികളിൽ എന്ത് ചെയ്യാൻ സാധ്യമല്ല? എ. കൂട്ടാനോ കുറയ്ക്കാനോ, ബി. നോക്കി നിൽക്കാൻ, സി. മനസ്സിലാക്കാൻ, ഡി. വിമർശിക്കാൻ. ഉത്തരം എ. കൂട്ടാനോ കുറയ്ക്കാനോ. ചോദ്യം 6. താൻ ചെയ്ത പ്രവൃത്തികളെ നിരൂപണം ചെയ്തപ്പോൾ അദ്ദേഹത്തിന് എന്ത് ബോധ്യപ്പെട്ടു? എ. എല്ലാം വലിയ വിജയമാണ്, ബി. എല്ലാം മിഥ്യയും പാഴ്വേലയുമാണ്, സി. കൂടുതൽ അധ്വാനിക്കണം, ഡി. സൂര്യന് കീഴെ വലിയ നേട്ടമുണ്ട്. ഉത്തരം ബി. എല്ലാം മിഥ്യയും പാഴ്വേലയുമാണ്. ചോദ്യം 7. സഭാപ്രസംഗകൻ 5:2 സമാനമായ പുതിയ നിയമ ഭാഗം ഏത്? എ. മത്തായി 5:3, ബി. യാക്കോബ് 3:8, സി. റോമ 12:1, ഡി. യോഹന്നാൻ 3:16. ഉത്തരം ബി. യാക്കോബ് 3:8. ചോദ്യം 8. നേർച്ചകൾ നിറവേറ്റാൻ വൈകരുത് എന്ന് പറയുന്ന മറ്റൊരു പുസ്തകം? എ. ലേവ്യർ, ബി. സംഖ്യ, സി. നിയമാവർത്തനം, ഡി. പ്രഭാഷകൻ. ഉത്തരം സി. നിയമാവർത്തനം. ചോദ്യം 9. 1 തീമോത്തിയോസ് 6:7 പ്രകാരം നാം ലോകത്തേക്ക് എന്ത് കൊണ്ടുവന്നു? എ. പാപം, ബി. വെളിച്ചം, സി. ഒന്നും കൊണ്ടുവന്നില്ല, ഡി. കരച്ചിൽ. ഉത്തരം സി. ഒന്നും കൊണ്ടുവന്നില്ല. ചോദ്യം 10. അധ്യായവും വാക്യവും ഏത്? അതും വലിയ തിന്മയാണ്, അവൻ വന്നതുപോലെ തന്നെ പോകും. എ. സഭാപ്രസംഗകൻ 5:12, 5:13, 5:15, 5:16. ഉത്തരം ഡി. സഭാപ്രസംഗകൻ 5:16. ചോദ്യം 11. ഇതും മിഥ്യ തന്നെ എന്ന് സഭാപ്രസംഗകൻ 5-ാം അധ്യായത്തിലെ എത്രാമത്തെ വാക്യത്തിലാണ് പ്രസ്താവിക്കുന്നത്? എ. 11, ബി. 12, സി. 13, ഡി. 14. ഉത്തരം എ. 11. ചോദ്യം 12. ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്നതിൽ ഒന്നിനും കുറവ് വരാത്ത വിധം ദൈവം അവന് എന്ത് നൽകുന്നു? എ. സമ്പത്തും ഐശ്വര്യവും കീർത്തിയും, ബി. അറിവും ബുദ്ധിയും, സി. ആരോഗ്യവും ആയുസ്സും, ഡി. സ്വർണവും വെള്ളിയും. ഉത്തരം എ. സമ്പത്തും ഐശ്വര്യവും കീർത്തിയും. ചോദ്യം 13. സഭാപ്രസംഗകൻ 5-ാം അധ്യായം 2-ാം ശീർഷകത്തിൽ എത്ര വാക്യങ്ങൾ ഉണ്ട്? എ. 10, ബി. 11, സി. 12, ഡി. 13. ഉത്തരം ഡി. 13. ചോദ്യം 14. സഭാപ്രസംഗകൻ എന്തിന് കീഴിലുള്ള മർദ്ദനങ്ങളാണ് വീക്ഷിച്ചത്? എ. ആകാശത്തിന്, ബി. ഭൂമിക്ക്, സി. സൂര്യന്, ഡി. ദൈവത്തിന്. ഉത്തരം സി. സൂര്യന്. ചോദ്യം 15 പൂരിപ്പിക്കുക. ജനിക്കാൻ ഒരു കാലം, ഡാഷ് ഒരു കാലം. എ. വളരാൻ, ബി. ജീവിക്കാൻ, സി. മരിക്കാൻ, ഡി. ശിക്ഷിക്കാൻ. ഉത്തരം സി. മരിക്കാൻ. ചോദ്യം 16. 2-ാം അധ്യായത്തിലെ 1-ാമത്തെ ശീർഷകം എന്ത്? എ. സർവത്ര മിഥ്യ,
ബി സുഖഭോഗങ്ങൾ മിഥ്യ, സി മിഥ്യകളിൽ മിഥ്യ, ഡി ഭോഷത്വം മിഥ്യ. ഉത്തരം ബി സുഖഭോഗങ്ങൾ മിഥ്യ. ചോദ്യം 17. സഭാപ്രസംഗകൻ്റെ കർത്തൃത്വം സോളമനിൽ ആരോപിക്കപ്പെടാൻ കാരണമെന്ത്? എ ജ്ഞാനിയായ രാജാവ്, ബി ദാവീദിൻ്റെ പുത്രനും ജെറുസലേമിൽ രാജാവും, സി വലിയ ധനികൻ, ഡി ഏകരാജാവ്. ഉത്തരം ബി ദാവീദിൻ്റെ പുത്രനും ജെറുസലേമിൽ രാജാവും. ചോദ്യം 18. സമ്പത്തുണ്ടായിട്ടും അത് അനുഭവിക്കാൻ കഴിയാത്ത അവസ്ഥയെ എങ്ങനെയുള്ള വേദനയായാണ് വിശേഷിപ്പിക്കുന്നത്? എ ചെറിയ വേദന, ബി മിഥ്യയും തീവ്രവേദനയും, സി ശാരീരിക വേദന, ഡി സഹിക്കാവുന്ന വേദന. ഉത്തരം ബി മിഥ്യയും തീവ്രവേദനയും. ചോദ്യം 19. എന്തിനു വേണ്ടി അടുത്തു ചെല്ലുന്നതാണ് വിഡ്ഢിയുടെ ബലിയർപ്പണത്തേക്കാൾ ഉത്തമം? എ പ്രാർത്ഥിക്കാൻ, ബി കാണാൻ, സി ശ്രദ്ധിച്ച് കേൾക്കാൻ, ഡി ദാനം ചെയ്യാൻ. ഉത്തരം സി ശ്രദ്ധിച്ച് കേൾക്കാൻ. ചോദ്യം 20. ആരുടെ കണ്ണീരാണ് താൻ കണ്ടത് എന്ന് സഭാപ്രസംഗകൻ പറയുന്നു? എ പാവപ്പെട്ടവരുടെ, ബി രോഗികളുടെ, സി മർദ്ദിതരുടെ, ഡി കുട്ടികളുടെ. ഉത്തരം സി മർദ്ദിതരുടെ. ചോദ്യം 21 പൂരിപ്പിക്കുക. തകർക്കാൻ ഒരു കാലം, ഡാഷ് ഒരു കാലം. എ പണിതുയർത്താൻ, ബി ഉപേക്ഷിക്കാൻ, സി മാറ്റാൻ, ഡി സൂക്ഷിക്കാൻ. ഉത്തരം എ പണിതുയർത്താൻ. ചോദ്യം 22 സുഖഭോഗങ്ങളിൽ മുഴുകി ഞാൻ അതിൻ്റെ എന്ത് പരീക്ഷിക്കും എന്നാണ് പറയുന്നത്? എ ആഹ്ലാദം, ബി സന്തോഷം, സി മനസുഖം, ഡി ആസ്വാദ്യത. ഉത്തരം ഡി ആസ്വാദ്യത. ചോദ്യം 23 സഭാപ്രസംഗകനിൽ സ്വാധീനം ചെലുത്തിയ ചിന്താധാര ഏതാണ്? എ പേർഷ്യൻ ചിന്തകൾ, ബി റോമൻ തത്വചിന്ത, സി ഗ്രീക്ക് തത്വചിന്ത, ഡി ഈജിപ്ഷ്യൻസ് പുരാണങ്ങൾ. ഉത്തരം സി ഗ്രീക്ക് തത്വചിന്ത. ചോദ്യം 24 ജീവിത സുഖങ്ങൾ ആസ്വദിക്കാത്ത ദീർഘായുഷ്മാനേക്കാൾ ഭേദം എന്താണ്? എ ഭിക്ഷുവാകുന്നത്, ബി ചാപിള്ളയായി പിറക്കുന്നത്, സി മൂഢനായിരിക്കുന്നത്, ഡി ദരിദ്രനായിരിക്കുന്നത്. ഉത്തരം ബി ചാപിള്ളയായി പിറക്കുന്നത്. ചോദ്യം 25 തങ്ങൾ തിന്മയാണ് പ്രവർത്തിക്കുന്നത് എന്ന് ആരാണ് അറിയാത്തത്? എ ഭോഷന്മാർ, ബി നീതിമാന്മാർ, സി ദരിദ്രർ, ഡി ജ്ഞാനികൾ. ഉത്തരം എ ഭോഷന്മാർ. ചോദ്യം 26 മർദ്ദകർക്കെതിരെ ആരും എന്ത് ചെയ്യാനുണ്ടായിരുന്നില്ല? എ യുദ്ധം ചെയ്യാൻ, ബി ചോദ്യം ചെയ്യാൻ, സി പ്രതികാരം ചെയ്യാൻ, ഡി സമരം ചെയ്യാൻ. ഉത്തരം സി പ്രതികാരം ചെയ്യാൻ. ചോദ്യം 27 സമ്പാദിക്കാനും നഷ്ടപ്പെടുത്താനും കാലമുള്ളതുപോലെ മറ്റെന്തിനാണ് കാലമുള്ളത്? എ ദാനം നൽകാൻ, ബി സൂക്ഷിച്ചു വയ്ക്കാനും എറിഞ്ഞു കളയാനും, സി മോഷ്ടിക്കാൻ, ഡി ഒളിച്ചു വയ്ക്കാൻ. ഉത്തരം ബി സൂക്ഷിച്ചു വയ്ക്കാനും എറിഞ്ഞു കളയാനും. ചോദ്യം 28 ജ്ഞാനത്തിൽ നിന്ന് മനസ്സിളകാതെ ശരീരം ആഹ്ലാദിപ്പിക്കാൻ അദ്ദേഹം ഉപയോഗിച്ചത് എന്ത്? എ പാട്ട്, ബി നൃത്തം, സി വീഞ്ഞ്, ഡി യാത്രകൾ. ഉത്തരം സി വീഞ്ഞ്. ചോദ്യം 29 സൂര്യന് കീഴെ നടക്കുന്നതെല്ലാം എന്താണ് എന്നാണ് നിഗമനം? എ സത്യമാണ്, ബി പാഴ്വേലയാണ്, സി മിഥ്യയാണ്, ഡി ശാശ്വതമാണ്. ഉത്തരം സി മിഥ്യയാണ്. ചോദ്യം 30 ചാപിള്ളയുടെ നാമം എവിടെയാണ് തിരോഭവിക്കുന്നത്? എ അന്ധകാരത്തിൽ, ബി ചരിത്രത്തിൽ, സി പുസ്തകത്തിൽ, ഡി പ്രകാശത്തിൽ. ഉത്തരം എ അന്ധകാരത്തിൽ. ചോദ്യം 31 എവിടെ പ്രതിജ്ഞ എടുക്കാനാണ് തിടുക്കം കൂട്ടരുതാത്തത്? എ രാജസന്നിധിയിൽ, ബി ജനമധ്യത്തിൽ, സി ദൈവസന്നിധിയിൽ, ഡി കുടുംബത്തിൽ. ഉത്തരം സി ദൈവസന്നിധിയിൽ. ചോദ്യം 32 മരിച്ചവരെക്കാളും ജീവിച്ചിരിക്കുന്നവരെക്കാളും ഭാഗ്യവാൻ ആര്? എ രാജാക്കന്മാർ, ബി ബുദ്ധിമാന്മാർ, സി ഇനിയും ജനിച്ചിട്ടില്ലാത്തവർ, ഡി വൃദ്ധന്മാർ. ഉത്തരം സി ഇനിയും ജനിച്ചിട്ടില്ലാത്തവർ. ചോദ്യം 33 ദൈവം മനുഷ്യമക്കൾക്ക് നൽകിയ ഏത് തരത്തിലുള്ള ജോലിയാണ് കണ്ടത്? എ എളുപ്പമുള്ള ജോലി, ബി ശ്രമകരമായ ജോലി, സി ആനന്ദകരമായ ജോലി, ഡി പ്രയോജനമില്ലാത്ത ജോലി.
ഉത്തരം ബി ശ്രമകരമായ ജോലി. ചോദ്യം 34. തോട്ടം നനയ്ക്കാൻ വേണ്ടി അദ്ദേഹം എന്ത് ചെയ്തു? എ പുഴ തിരിച്ചു വിട്ടു, ബി കുളങ്ങൾ കുഴിച്ചു, സി മഴയ്ക്കായി പ്രാർത്ഥിച്ചു, ഡി വെള്ളം വാങ്ങി. ഉത്തരം ബി കുളങ്ങൾ കുഴിച്ചു. ചോദ്യം 35. സൂര്യന് താഴെ മനുഷ്യൻ്റെ എന്തിനെ ഉദ്ദേശിച്ചാണ് എന്ത് ഫലം എന്ന് ചോദിക്കുന്നത്? എ സമ്പത്ത്, ബി അധ്വാനത്തെ, സി അധികാരം, ഡി സന്തോഷം. ഉത്തരം ബി അധ്വാനത്തെ. ചോദ്യം 36. ഭാഗ്യം അനുഭവിക്കാത്ത ഒരാൾ എത്ര വർഷം ജീവിച്ചാലും പ്രയോജനമില്ല? എ 100, ബി 1000, സി 2000, ഡി 5000. ഉത്തരം സി 2000. ചോദ്യം 37. ദൈവം സ്വർഗത്തിലാണെങ്കിൽ നീ എവിടെയാണ്? എ ആകാശത്തിൽ, ബി പാതാളത്തിൽ, സി ഭൂമിയിൽ, ഡി ദൈവത്തിനൊപ്പം. ഉത്തരം സി ഭൂമിയിൽ. ചോദ്യം 38. ജനിച്ചിട്ടില്ലാത്തവർ സൂര്യന് കീഴെ നടക്കുന്ന എന്ത് കണ്ടിട്ടില്ലാത്തവരാണ്? എ യുദ്ധങ്ങൾ, ബി അധ്വാനം, സി തിന്മകൾ, ഡി മരണം. ഉത്തരം സി തിന്മകൾ. ചോദ്യം 39. മനുഷ്യന് കഴിവില്ലാത്തത് എന്തിലാണ്? എ ദൈവത്തിൻ്റെ പ്രവർത്തികൾ ആദ്യന്തം ഗ്രഹിക്കാൻ, ബി ജോലി ചെയ്യാൻ, സി സമ്പാദിക്കാൻ, ഡി സ്നേഹിക്കാൻ. ഉത്തരം എ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ആദ്യന്തം ഗ്രഹിക്കാൻ. ചോദ്യം 40. രാജാക്കന്മാരുടെ ഭണ്ഡാരങ്ങളിൽ നിന്ന് അദ്ദേഹം ശേഖരിച്ചത് എന്താണ്? എ ആയുധങ്ങൾ, ബി പുസ്തകങ്ങൾ, സി സ്വർണവും വെള്ളിയും, ഡി ധാന്യങ്ങൾ. ഉത്തരം സി സ്വർണവും വെള്ളിയും. ചോദ്യം 41. എന്താണ് ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നത്? എ ചന്ദ്രൻ, ബി കാറ്റ്, സി സൂര്യൻ, ഡി നദികൾ. ഉത്തരം സി സൂര്യൻ. ചോദ്യം 42. അധ്വാനിച്ചിട്ടും മനുഷ്യന് എന്ത് അടങ്ങുന്നില്ല? എ ആഗ്രഹം, ബി ദാഹം, സി വിശപ്പ്, ഡി കോപം. ഉത്തരം സി വിശപ്പ്. ചോദ്യം 43. എപ്പോഴാണ് ദുസ്വപ്നങ്ങൾ കൂടുന്നത്? എ ഭയം കൂടുമ്പോൾ, ബി പട്ടിണി കൂടുമ്പോൾ, സി ആകുലത ഏറുമ്പോൾ, ഡി ജോലി കൂടുമ്പോൾ. ഉത്തരം സി ആകുലത ഏറുമ്പോൾ. ചോദ്യം 44. ഇതും മിഥ്യയും പാഴ്വേലയുമാണ് എന്ന് സഭാപ്രസംഗകൻ പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? എ ദാനധർമ്മം, ബി പ്രാർത്ഥന, സി പരസ്പര സ്പർദ്ധയുടെ ഫലമായ അധ്വാനം, ഡി മരണം. ഉത്തരം സി പരസ്പര സ്പർദ്ധയുടെ ഫലമായ അധ്വാനം. ചോദ്യം 45. ദൈവത്തിൻ്റെ പ്രവൃത്തികളെല്ലാം എങ്ങനെയാണെന്നാണ് പറയുന്നത്? എ താൽക്കാലികം, ബി ദുർബലം, സി ശാശ്വതം, ഡി വിരസമായത്. ഉത്തരം സി ശാശ്വതം. ചോദ്യം 46. തൻ്റെ പ്രയത്നങ്ങളിലെല്ലാം സന്തോഷിച്ചത് എന്തായിരുന്നു? എ മനക്ലേശം, ബി അധ്വാനത്തിന് ലഭിച്ച പ്രതിഫലം, സി വെറുമൊരു മിഥ്യ, ഡി ദൈവത്തിൻ്റെ ശിക്ഷ. ഉത്തരം ബി അധ്വാനത്തിന് ലഭിച്ച പ്രതിഫലം. ചോദ്യം 47. തെക്കോട്ടും വടക്കോട്ടും വീശുന്ന കാറ്റിൻ്റെ അവസ്ഥ എന്ത്? എ അത് നിശ്ചലമാണ്, ബി തെക്കോട്ട് മാത്രം, സി ചുറ്റിക്കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു, ഡി സമുദ്രത്തിലേക്ക് വീശുന്നു. ഉത്തരം സി ചുറ്റിക്കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ചോദ്യം 48. സങ്കല്പങ്ങളിൽ അലയുന്നതിനേക്കാൾ നല്ലത് എന്താണ്? എ ഉറങ്ങുന്നത്, ബി കൺമുൻപിൽ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നത്, സി യാത്ര ചെയ്യുന്നത്, ഡി ധ്യാനിക്കുന്നത്. ഉത്തരം ബി കൺമുൻപിൽ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നത്. ചോദ്യം 49. ആർക്ക് നേർച്ച നേർന്നാലാണ് നിറവേറ്റാൻ താമസിക്കരുതാത്തത്? എ പുരോഹിതന്, ബി ദൈവത്തിന്, സി ദരിദ്രർക്ക്, ഡി മാതാപിതാക്കൾക്ക്. ഉത്തരം ബി ദൈവത്തിന്. ചോദ്യം 50. സഭാപ്രസംഗകൻ വീണ്ടും മിഥ്യ കണ്ടത് എവിടെയാണ്? എ സഭയിൽ, ബി സൂര്യന് കീഴെ, സി കൊട്ടാരത്തിൽ, ഡി മരുഭൂമിയിൽ. ഉത്തരം ബി സൂര്യന് കീഴെ. ചോദ്യം 51. കടന്നുപോയ ഓരോന്നിനെയും
ദൈവം എപ്പോൾ തിരിച്ചു കൊണ്ടുവരുന്നു? എ ഉടൻ തന്നെ, ബി അവസാന ദിവസം, സി യഥാകാലം, ഡി ഒരിക്കലുമില്ല. ഉത്തരം സി യഥാകാലം. ചോദ്യം 52. സഭാപ്രസംഗകൻ ജീവിതം വെറുക്കാൻ കാരണമെന്ത്? എ രോഗം വന്നതിനാൽ, ബി എല്ലാം വേദനാജനകവും മിഥ്യയുമായതിനാൽ, സി ശത്രുക്കൾ വർദ്ധിച്ചതിനാൽ, ഡി വാർദ്ധക്യം വന്നതിനാൽ. ഉത്തരം ബി എല്ലാം വേദനാജനകവും മിഥ്യയുമായതിനാൽ. ചോദ്യം 53. മനുഷ്യന് സകലവും എന്താണ്? എ ആനന്ദകരം, ബി ക്ലേശഭൂയിഷ്ടം, സി സന്തോഷപ്രദം, ഡി മനോഹരം. ഉത്തരം ബി ക്ലേശഭൂയിഷ്ടം. ചോദ്യം 54. മനുഷ്യന് ആരേക്കാൾ ശക്തനോട് മല്ലിടാൻ കഴിയില്ല? എ മൃഗങ്ങളേക്കാൾ, ബി തന്നേക്കാൾ ശക്തനോട്, സി രാജാവിനേക്കാൾ, ഡി ശത്രുവിനേക്കാൾ. ഉത്തരം ബി തന്നേക്കാൾ ശക്തനോട്. ചോദ്യം 55. നിന്റെ അധരങ്ങൾ നിന്നെ എന്തിലേക്ക് നയിക്കാതിരിക്കട്ടെ എന്നാണ് സഭാപ്രസംഗകൻ 5:6 പറയുന്നത്? എ നാശത്തിലേക്ക്, ബി കലഹത്തിലേക്ക്, സി പാപത്തിലേക്ക്, ഡി ഭയത്തിലേക്ക്. ഉത്തരം സി പാപത്തിലേക്ക്. ചോദ്യം 56. ആർക്കു വേണ്ടിയാണ് അധ്വാനിക്കുകയും സന്തോഷങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യുന്നതെന്ന് ആരെ ചിന്തിക്കുന്നില്ല എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? എ ധനവാനായ മനുഷ്യൻ, ബി ജ്ഞാനിയായ മനുഷ്യൻ, സി പുത്രനോ സഹോദരനോ ആരുമില്ലാത്തവൻ, ഡി രാജാവ്. ഉത്തരം സി പുത്രനോ സഹോദരനോ ആരുമില്ലാത്തവൻ. ചോദ്യം 57. ദൈവം ആരെയാണ് വിധിക്കുന്നത്? എ നീതിമാനെ മാത്രം, ബി ദുഷ്ടനെ മാത്രം, സി നീതിമാനെയും ദുഷ്ടനെയും, ഡി ആരെയും വിധിക്കുന്നില്ല. ഉത്തരം സി നീതിമാനെയും ദുഷ്ടനെയും. ചോദ്യം 58. ഒരാൾ തൻ്റെ ജ്ഞാനവും അറിവും ഉപയോഗിച്ച് ഉണ്ടാക്കിയവ ആർക്കാണ് ആസ്വദിക്കാൻ വിട്ടുകൊടുക്കേണ്ടി വരുന്നത്? എ തൻ്റെ പ്രിയപ്പെട്ടവർക്ക്, ബി അതിനുവേണ്ടി അശേഷം അധ്വാനിക്കാത്തവന്, സി ദൈവത്തിന്, ഡി ശത്രുക്കൾക്ക്. ഉത്തരം ബി അതിനുവേണ്ടി അശേഷം അധ്വാനിക്കാത്തവന്. ചോദ്യം 59. എവിടെ പുതിയതായി ഒന്നുമില്ല എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? എ ആകാശത്തിന് കീഴെ, ബി സൂര്യന് കീഴെ, സി ജെറുസലേമിൽ, ഡി ഭൂമിക്ക് മുകളിൽ. ഉത്തരം ബി സൂര്യന് കീഴെ. ചോദ്യം 60. ഹ്രസ്വജീവിതത്തെ വചനം എങ്ങനെയുള്ളതായാണ് വിശേഷിപ്പിക്കുന്നത്? എ മൂല്യമുള്ളത്, ബി വ്യർത്ഥമായത്, സി സുന്ദരമായത്, ഡി കഠിനമായത്. ഉത്തരം ബി വ്യർത്ഥമായത്. ചോദ്യം 61. നിന്റെ വാക്കുകളാൽ ആരെ പ്രകോപിപ്പിച്ചാലാണ് നിന്റെ അധ്വാനം നശിക്കാനിടയാകുക? എ ശത്രുവിനെ, ബി ദൈവത്തെ, സി മേലധികാരിയെ, ഡി അയൽക്കാരനെ. ഉത്തരം ബി ദൈവത്തെ. ചോദ്യം 62. 2 പേർ ഒരാളേക്കാൾ മെച്ചമാണ് എന്ന് പറയാൻ കാരണമെന്ത്? എ ഒരുമിച്ച് കൂടുതൽ ഫലപ്രദമായി അധ്വാനിക്കാൻ കഴിയും, ബി അവർ ഒരിക്കലും പ്രശ്നങ്ങൾ നേരിടില്ല, സി ധനം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും, ഡി മറ്റുള്ളവരുടെ സഹായം ആവശ്യമില്ല. ഉത്തരം എ ഒരുമിച്ച് കൂടുതൽ ഫലപ്രദമായി അധ്വാനിക്കാൻ കഴിയും. ചോദ്യം 63. മനുഷ്യന് എന്തിനേക്കാൾ ഒരു മേന്മയുമില്ല എന്നാണ് പറയുന്നത്? എ പ്രകൃതിയേക്കാൾ, ബി മൃഗത്തേക്കാൾ, സി ദൈവത്തേക്കാൾ, ഡി ദൂതന്മാരെക്കാൾ. ഉത്തരം ബി മൃഗത്തേക്കാൾ. ചോദ്യം 64. മനുഷ്യന് ഏറ്റവും നല്ലതായി സഭാപ്രസംഗകൻ കാണുന്നത് എന്താണ്? എ കൂടുതൽ സമ്പാദിക്കുന്നത്, ബി തിന്നുകുടിച്ച് സ്വന്തം പ്രയത്നത്തിൽ ആനന്ദിക്കുന്നത്, സി പ്രശസ്തനാകുന്നത്, ഡി ഒന്നും ചെയ്യാതിരിക്കുന്നത്. ഉത്തരം ബി തിന്നുകുടിച്ച് സ്വന്തം പ്രയത്നത്തിൽ ആനന്ദിക്കുന്നത്. ചോദ്യം 65. പുതിയത് എന്ന് പറയുന്നത് പോലും എന്നു മുതൽ ഉണ്ടായിരുന്നു? എ ഇന്നലെ മുതൽ, ബി ദാവീദിൻ്റെ കാലം മുതൽ, സി യുഗങ്ങൾക്ക് മുൻപ് തന്നെ, ഡി സോളമൻ്റെ കാലം മുതൽ. ഉത്തരം സി യുഗങ്ങൾക്ക് മുൻപ് തന്നെ. ചോദ്യം 66. മനുഷ്യൻ നിഴൽ പോലെ എന്തു ചെയ്യുന്നു? എ നിൽക്കുന്നു, ബി ഓടുന്നു, സി കടന്നു പോകുന്നു, ഡി മയങ്ങുന്നു. ഉത്തരം സി കടന്നു പോകുന്നു.
ചോദ്യം 67. സഭാപ്രസംഗകൻ 5-ാം അധ്യായത്തിലെ 2-ാമത്തെ തലക്കെട്ട് എന്ത്? എ. ജ്ഞാനത്തിൻ്റെ കുറവ്, ബി. ദാരിദ്ര്യവും സമ്പത്തും, സി. ജീവിതത്തിൻ്റെ അന്ത്യം, ഡി. ബലിയർപ്പണം. ഉത്തരം ബി. ദാരിദ്ര്യവും സമ്പത്തും. ചോദ്യം 68. 2 പേർ എങ്ങനെ കിടന്നാലാണ് അവർക്ക് ചൂട് ലഭിക്കുക? എ. വെവ്വേറെ, ബി. ഒരുമിച്ച്, സി. നിലത്ത്, ഡി. കട്ടിലിൽ. ഉത്തരം ബി. ഒരുമിച്ച്. ചോദ്യം 69. മനുഷ്യൻ്റെ പ്രാണൻ എവിടേക്ക് പോകുന്നു എന്നാണ് ചോദിക്കുന്നത്. എ. മണ്ണിലേക്ക്, ബി. മേൽപോട്ട്, സി. താഴോട്ട്, ഡി. എങ്ങുമില്ല. ഉത്തരം ബി. മേൽപോട്ട്. ചോദ്യം 70. തന്നെ പ്രസാദിപ്പിക്കുന്നവന് ദൈവം നൽകുന്നവയിൽ പെടാത്തത് ഏത്? എ. ജ്ഞാനം, ബി. അറിവ്, സി. ആനന്ദം, ഡി. ദുഃഖം. ഉത്തരം ഡി. ദുഃഖം. ചോദ്യം 71. സഭാപ്രസംഗകൻ എവിടുത്തെ രാജാവായിരുന്നു എന്നാണ് അവകാശപ്പെടുന്നത്? എ. ഈജിപ്തിലെ, ബി. ബാബിലോണിലെ, സി. ജെറുസലേമിൽ ഇസ്രായേലിൻ്റെ, ഡി. ജൂദയായിലെ. ഉത്തരം സി. ജെറുസലേമിൽ ഇസ്രായേലിൻ്റെ. ചോദ്യം 72. മനുഷ്യൻ തൻ്റെ ജീവിതകാലം മുഴുവൻ എങ്ങനെയാണ് ചെലവഴിക്കുന്നത്? എ. സന്തോഷത്തിൽ, ബി. നിഴൽ പോലെ വ്യർത്ഥമായി, സി. വലിയ കാര്യങ്ങളിൽ, ഡി. ജ്ഞാനം സമ്പാദിച്ചുകൊണ്ട്. ഉത്തരം ബി. നിഴൽ പോലെ വ്യർത്ഥമായി. ചോദ്യം 73. നീതിയും ന്യായവും നിഷേധിക്കപ്പെടുമ്പോൾ നീ എന്ത് ചെയ്യരുത് എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? എ. പ്രതികരിക്കരുത്, ബി. വിസ്മയിക്കരുത്, സി. ഭയപ്പെടരുത്, ഡി. കരയരുത്. ഉത്തരം ബി. വിസ്മയിക്കരുത്. ചോദ്യം 74. ഒറ്റയ്ക്കായിരിക്കുന്നവനെ എന്ത് ചെയ്യാൻ സാധിച്ചേക്കാം? എ. സഹായിക്കാൻ, ബി. സന്തോഷിപ്പിക്കാൻ, സി. മോചിപ്പിക്കാൻ, ഡി. കീഴ്പ്പെടുത്താൻ. ഉത്തരം ഡി. കീഴ്പ്പെടുത്താൻ. ചോദ്യം 75. സഭാപ്രസംഗകൻ 3:2 സമാനമായ പഴയ നിയമ ഭാഗം ഏതാണ്? എ. ഉൽപ്പത്തി 1:1-5, ബി. സങ്കീർത്തനങ്ങൾ 23, സി. ഏശയ്യ 28, 23, 29, ഡി. പുറപ്പാട് 2-ാം അധ്യായം. ഉത്തരം സി. ഏശയ്യ 28, 23 മുതൽ 29 വരെ വാക്യങ്ങൾ. ചോദ്യം 76. സഭാപ്രസംഗകൻ അധ്യായം 2-ൻ്റെ പ്രധാന പ്രമേയം എന്താണ്? എ. വിജയഗാഥ, ബി. എല്ലാം മിഥ്യയാണെന്ന തിരിച്ചറിവ്, സി. യുദ്ധതന്ത്രങ്ങൾ, ഡി. കൃഷിപാഠങ്ങൾ. ഉത്തരം ബി. എല്ലാം മിഥ്യയാണെന്ന തിരിച്ചറിവ്. ചോദ്യം 77. സൂര്യന് കീഴെ നടക്കുന്ന എല്ലാ പ്രവർത്തികളും എന്തിനോട് സമാനമാണ്? എ. വിജയത്തിനോട്, ബി. മിഥ്യയോടും പാഴ്വേലയോടും, സി. ദൈവഹിതത്തോടും, ഡി. വായുവിനോടും. ഉത്തരം ബി. മിഥ്യയോടും പാഴ്വേലയോടും. ചോദ്യം 78. സഭാപ്രസംഗകൻ 6:2 സമാനമായ പുതിയ നിയമ ഭാഗം ഏത്? എ. ലൂക്ക 12:20, 12:21, 12:22, 12:23. ഉത്തരം എ. ലൂക്ക 12:20. ചോദ്യം 79. രാജാവിനും എന്തിൽ ആശ്രയിക്കാതെ വയ്യ? എ. സൈന്യത്തിൽ, ബി. സ്വർണത്തിൽ, സി. വിളവിൽ, ഡി. കൊട്ടാരത്തിൽ. ഉത്തരം സി. വിളവിൽ. ചോദ്യം 80. ഉപദേശം നിരസിക്കുന്ന വൃദ്ധനായ രാജാവിനേക്കാൾ ഭേദം ആരാ? എ. ധനികനായ മന്ത്രി, ബി. മറ്റൊരു രാജാവ്, സി. സൈനികൻ, ഡി. നിർധനനെങ്കിലും ബുദ്ധിമാനായ യുവാവ്. ഉത്തരം ഡി. നിർധനനെങ്കിലും ബുദ്ധിമാനായ യുവാവ്. ചോദ്യം 81. സഭാപ്രസംഗകൻ 3-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്ന രണ്ടാമത്തെ കാലം ഏത്? എ. അധ്വാനിക്കാൻ, ബി. കളയാൻ, സി. മരിക്കാൻ, ഡി. സുഖിക്കാൻ. ഉത്തരം സി. മരിക്കാൻ. ചോദ്യം 82. ജ്ഞാനിയും ഭോഷനും എങ്ങനെയാണ് മരിക്കുന്നത്? എ. വ്യത്യസ്തമായി, ബി. ഒന്നുപോലെ, സി. ജ്ഞാനി നേരത്തെ മരിക്കുന്നു, ഡി. ഭോഷൻ മരിക്കുന്നില്ല. ഉത്തരം ബി. ഒന്നുപോലെ. ചോദ്യം 83.
ജെറുസലേമിലെ മുൻ രാജാക്കന്മാരെക്കാൾ അധികമായി സമ്പാദിച്ചത് എന്ത്? എ സ്വർണം, ബി സൈന്യം, സി ജ്ഞാനം, ഡി സ്ഥലം. ഉത്തരം സി ജ്ഞാനം. ചോദ്യം 84. ചാപിള്ള എന്ന വാക്ക് സഭാപ്രസംഗകൻ 6-ാം അധ്യായത്തിൽ എത്രാമത്തെ വാക്യത്തിലാണ് കാണുന്നത്? ഉത്തരം എ 1, ബി 2, സി 3, ഡി 4. ഉത്തരം സി 3. ചോദ്യം 85. വിഭവങ്ങൾ ഏറുമ്പോൾ ആരുടെ എണ്ണമാണ് വർദ്ധിക്കുന്നത്? എ സഹായികളുടെ, ബി അത് തിന്നു തീർക്കുന്നവരുടെ, സി കാവൽക്കാരുടെ, ഡി ദരിദ്രരുടെ. ഉത്തരം ബി അത് തിന്നു തീർക്കുന്നവരുടെ. ചോദ്യം 86. സിംഹാസനത്തിൽ എത്തുന്നവൻ തൻ്റെ രാജ്യത്ത് എങ്ങനെ ജീവിച്ചവനാകാം? എ രാജകുമാരനായി, ബി സൈനികനായി, സി അടിമയായി, ഡി ദരിദ്രനായി. ഉത്തരം ഡി ദരിദ്രനായി. ചോദ്യം 87. സഭാപ്രസംഗകൻ 3-ാം അധ്യായം 5-ാം വാക്യത്തിൽ എന്ത് പെറുക്കിക്കളയാൻ ഒരു കാലമുണ്ട് എന്നാണ് പറയുന്നത്? എ മണ്ണ്, ബി നെല്ല്, സി പതിര്, ഡി കല്ല്. ഉത്തരം ഡി കല്ല്. ചോദ്യം 88. സഭാപ്രസംഗകൻ ആരെക്കാളും ഉന്നതനും മഹാനുമായി? എ തൻ്റെ ശത്രുക്കളേക്കാൾ, ബി ജെറുസലേമിലെ തൻ്റെ മുൻഗാമികളേക്കാൾ, സി പുരോഹിതന്മാരേക്കാൾ, ഡി ദരിദ്രരേക്കാൾ. ഉത്തരം ബി ജെറുസലേമിലെ തൻ്റെ മുൻഗാമികളേക്കാൾ. ചോദ്യം 89. വിവേചിച്ചറിയാൻ ഉദ്യമിച്ചതിൽ പെടാത്ത കാര്യം ഏത്? എ ജ്ഞാനത്തെ, ബി അറിവിനെ, സി വിവേകത്തെ, ഡി ഭോഷത്വത്തെ. ഉത്തരം സി വിവേകത്തെ. ചോദ്യം 90. പൂരിപ്പിക്കുക. കാരണം അത് മിഥ്യയിൽ ജനിച്ച് അന്ധകാരത്തിലേക്ക് പോകുന്നു. അതിൻ്റെ നാമം അവിടെ ഡാഷ്. എ വിസ്മരിക്കപ്പെടുന്നു, ബി ഇല്ലാതാകുന്നു, സി തിരോഭവിക്കുന്നു, ഡി അവസാനിക്കുന്നു. ഉത്തരം സി തിരോഭവിക്കുന്നു. ചോദ്യം 91. എന്ത് ചെയ്യുന്നവനാണ് സുഖനിദ്ര ലഭിക്കുന്നത്? എ ഉറങ്ങുന്നവന്, ബി അധ്വാനിക്കുന്നവന്, സി ചിന്തിക്കുന്നവന്, ഡി ദാനം ചെയ്യുന്നവന്. ഉത്തരം ബി അധ്വാനിക്കുന്നവന്. ചോദ്യം 92. അവൻ്റെ പ്രജകൾക്ക് എന്തില്ല എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? എ എണ്ണമില്ല, ബി ശക്തിയില്ല, സി സന്തോഷമില്ല, ഡി രാജാവില്ല. ഉത്തരം എ എണ്ണമില്ല. ചോദ്യം 93. സഭാപ്രസംഗകൻ 3-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്ന ആദ്യത്തെ കാലം ഏത്? എ ചേർക്കാൻ, ബി നനയ്ക്കാൻ, സി കീറാൻ, ഡി എടുക്കാൻ. ഉത്തരം സി കീറാൻ. ചോദ്യം 94. ഇതും ദൈവകരങ്ങളിൽ നിന്നാണെന്ന് ഞാൻ ഗ്രഹിച്ചു. എന്താണ് ഉദ്ദേശിക്കുന്നത്? എ ശിക്ഷ, ബി കഷ്ടപ്പാട്, സി സ്വന്തം പ്രയത്നത്തിൽ ആനന്ദിക്കുന്നത്, ഡി സമ്പത്ത് ശേഖരിക്കുന്നത്. ഉത്തരം സി സ്വന്തം പ്രയത്നത്തിൽ ആനന്ദിക്കുന്നത്. ചോദ്യം 95. അറിവ് വർദ്ധിക്കുമ്പോൾ അതോടൊപ്പം വർദ്ധിക്കുന്നത് എന്ത്? എ വ്യസനം, ബി ആരോഗ്യം, സി സ്നേഹം, ഡി സമാധാനം. ഉത്തരം എ വ്യസനം. ചോദ്യം 96. വാക്കുകളുടെ പെരുപ്പം മിഥ്യയുടെ പെരുപ്പം തന്നെ. തുടർന്നു വരുന്ന ഭാഗമെന്ത്? എ ഇതും മിഥ്യയും തീവ്രവേദനയും ആണ്, ബി മനുഷ്യന് ഇതിലെന്ത് മേന്മ, സി ഇതും മിഥ്യയും പാഴ്വേലയുമാണ്, ഡി മനുഷ്യന് ഇതുകൊണ്ട് എന്ത് നേട്ടം. ഉത്തരം ബി മനുഷ്യന് ഇതിലെന്ത് മേന്മ. ചോദ്യം 97. എന്തിന് കീഴെയാണ് വലിയ തിന്മ കണ്ടത്? എ ആകാശത്തിന്, ബി ഭൂമിക്ക്, സി സൂര്യന്, ഡി മേഘത്തിന്. ഉത്തരം സി സൂര്യന്. ചോദ്യം 98. ജനിക്കാതിരിക്കുന്നതാണ് ഭേദം എന്ന് പറഞ്ഞ പഴയ നിയമത്തിലെ വ്യക്തികൾ ആരെല്ലാം? എ മോശയും അഹറോനും, ബി യാക്കോബും യോഹന്നാനും, സി പത്രോസും അന്ത്രയോസും, ഡി ജോബും ജെറമിയായും. ഉത്തരം ഡി ജോബും ജെറമിയായും. ചോദ്യം 99. ദൈവം മനുഷ്യമക്കൾക്ക് നൽകിയത് എങ്ങനെയുള്ള ജോലി എന്നാണ് പറയുന്നത്? എ അനായാസമായ ജോലി, ബി ബുദ്ധിമുട്ടുള്ള ജോലി, സി
സി ശ്രമകരമായ ജോലി, ഡി ക്ലേശമുള്ള ജോലി. ഉത്തരം സി ശ്രമകരമായ ജോലി. ചോദ്യം 100. എല്ലാം മിഥ്യയും പാഴ്വേലയുമായിരുന്നു എന്ന് തോന്നിയത് എപ്പോൾ? എ പണി തുടങ്ങുമ്പോൾ, ബി അധ്വാനത്തെ നിരൂപണം ചെയ്തപ്പോൾ, സി പരാജയപ്പെട്ടപ്പോൾ, ഡി ദരിദ്രനായപ്പോൾ. ഉത്തരം ബി അധ്വാനത്തെ നിരൂപണം ചെയ്തപ്പോൾ. ചോദ്യം 101. സഭാപ്രസംഗകൻ 1-ാം അധ്യായത്തിൻ്റെ തലക്കെട്ട് എന്ത്? എ ജ്ഞാനിയുടെ വചനങ്ങൾ, ബി മിഥ്യകളിൽ മിഥ്യ, സി ജെറുസലേമിലെ രാജാവ്, ഡി തലമുറകളുടെ മാറ്റം. ഉത്തരം ബി മിഥ്യകളിൽ മിഥ്യ. ചോദ്യം 102. ധനികൻ സൂക്ഷിച്ച മുതൽ ഒരു സാഹസയത്നത്തിൽ എന്ത് സംഭവിക്കുന്നു? എ ഇരട്ടിക്കുന്നു, ബി മോഷ്ടിക്കപ്പെടുന്നു, സി നഷ്ടപ്പെടുന്നു, ഡി വർദ്ധിക്കുന്നു. ഉത്തരം സി നഷ്ടപ്പെടുന്നു. ചോദ്യം 103. മുപ്പിരിച്ചരട് എന്തിൻ്റെ പ്രതീകമാണ്? എ ഐക്യം, ബി ഐശ്വര്യം, സി അധികാരം, ഡി സ്വാതന്ത്ര്യം. ഉത്തരം എ ഐക്യം. ചോദ്യം 104. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ എല്ലാം എന്താണെന്ന് അറിയുന്നു എന്നാണ് പറയുന്നത്. എ ബഹുമാനകരമാണ്, ബി മഹത്തരമാണ്, സി ശാശ്വതമാണ്, ഡി ആസ്വാദ്യമാണ്. ഉത്തരം സി ശാശ്വതമാണ്. ചോദ്യം 105. സഭാപ്രസംഗകൻ വിവേചിക്കാൻ തുടങ്ങിയത് എന്തെല്ലാമാണ്? എ യുദ്ധവും സമാധാനവും, ബി ജ്ഞാനവും ഭോഷത്വവും, സി രാവും പകലും, ഡി നന്മയും തിന്മയും. ഉത്തരം ബി ജ്ഞാനവും ഭോഷത്വവും. ചോദ്യം 106. തലമുറകൾ വരുന്നു പോകുന്നു, ഭൂമി എന്നേക്കും നിലനിൽക്കുന്നു. വാക്യം ഏത്? എ സഭാപ്രസംഗകൻ 1:1, 1:2, 1:3, 1:4. ഉത്തരം ഡി സഭാപ്രസംഗകൻ 1:4. ചോദ്യം 107. അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നതുപോലെ എങ്ങനെയാണ് അവൻ പോകുക? എ സമ്പന്നനായി, ബി നഗ്നനായി തന്നെ, സി ദുഃഖിതനായി, ഡി വേഗത്തിൽ. ഉത്തരം ബി നഗ്നനായി തന്നെ. ചോദ്യം 108. സഭാപ്രസംഗകൻ 2, 4, 8 സമാനമായ പഴയ നിയമവാക്യങ്ങൾ ഏത്? എ 1 രാജാക്കന്മാർ 1, 23, 27, 11, 23, 27, 12, 23, 27, 13, 23, 27. ഉത്തരം എ 1 രാജാക്കന്മാർ 1, 23, 27. എ 1 രാജാക്കന്മാർ 10, 23, 27 ഉത്തരം എ 1 രാജാക്കന്മാർ 10, 23, 27. ചോദ്യം 109. തള്ളി നീക്കിയ ജീവിതത്തിലെ ആദ്യത്തെ പ്രയാസമായി പറയുന്നത് എന്ത്? എ വെളിച്ചം, ബി അന്ധകാരം, സി ഇരുൾ, ഡി അത്യുഷ്ണം. ഉത്തരം ബി അന്ധകാരം. ചോദ്യം 110. ജ്ഞാനവും ഭോഷത്വവും മിഥ്യ എന്ന ശീർഷകത്തിൽ എത്ര വാക്യങ്ങൾ ഉണ്ട്? എ 9, ബി 5, സി 6, ഡി 8. ഉത്തരം സി 6. ചോദ്യം 111. സഭാപ്രസംഗകൻ 5:17 അഞ്ചാമതായി ഏത് അവസ്ഥയിൽ തള്ളി നീക്കിയ ജീവിതമാണ് പറയുന്നത്? എ ആകുലത, ബി രോഗങ്ങൾ, സി അസംതൃപ്തി, ഡി പീഡനങ്ങൾ. ഉത്തരം സി അസംതൃപ്തി. ചോദ്യം 112. എന്ത് അനുഭവിക്കാനുള്ള കഴിവ് നൽകിയാണ് ദൈവം ഒരു വ്യക്തിയെ അനുഗ്രഹിക്കുന്നത്? എ സമ്പത്തും സമൃദ്ധിയും, ബി അധികാരവും പദവിയും, സി വിദ്യയും ബുദ്ധിയും, ഡി ആരോഗ്യവും ബലവും. ഉത്തരം എ സമ്പത്തും സമൃദ്ധിയും. ചോദ്യം 113. ദൈവം മനുഷ്യൻ്റെ ദിനങ്ങൾ എങ്ങനെയാക്കി മാറ്റിയിരിക്കുന്നു? എ കഷ്ടപ്പാടുള്ളതാക്കി, ബി സന്തോഷഭരിതമാക്കി, സി ദീർഘമാക്കി, ഡി ചുരുക്കി. ഉത്തരം ബി സന്തോഷഭരിതമാക്കി. ചോദ്യം 114. സഭാപ്രസംഗകൻ 5:4 സമാനമായ പഴയ നിയമ ഭാഗം. ഉൽപ്പത്തി 1:1, ബി പുറപ്പാട് 2:1, സി നിയമാവർത്തനം 23, 21, 23, സങ്കീർത്തനങ്ങൾ 23. ഉത്തരം സി നിയമാവർത്തനം 23, 21, 23. ചോദ്യം 115. നഗ്നനായി ഞാൻ വന്നു,
നഗ്നനായി തന്നെ ഞാൻ പിൻവാങ്ങും, ആര് പറഞ്ഞു? എ സഭാപ്രസംഗകൻ, ബി ജോബ്, സി സോളമൻ, ഡി ദാവീദ്. ഉത്തരം ബി ജോബ്. ചോദ്യം 116. ദൈവദത്തമായ ഈ ഹ്രസ്വജീവിതം മനുഷ്യൻ തിന്നുകുടിച്ചും അധ്വാനഫലം ആസ്വദിച്ചും കഴിയുന്നതാണ് ഉത്തമവും യോഗ്യവുമായി ഞാൻ കണ്ടിട്ടുള്ളത്. തുടർന്നു വരുന്ന വാക്യമേത്? എ ഇതും മിഥ്യയും പാഴ്വേലയുമാണ്, ബി ഇത് ദൈവത്തിൻ്റെ ദാനമാണ്, സി അതുകൊണ്ട് ദൈവത്തെ ഭയപ്പെടുക, ഡി ഇതാണ് അവൻ്റെ ഗതി. ഉത്തരം ഡി ഇതാണ് അവൻ്റെ ഗതി. ചോദ്യം 117 പൂരിപ്പിക്കുക. ജീവിതത്തിൻ്റെ ദിനങ്ങൾ കൊഴിഞ്ഞു പോകുന്നതിനെക്കുറിച്ച് അവൻ ഡാഷ്, കാരണം ദൈവം അവൻ്റെ ദിനങ്ങൾ സന്തോഷഭരിതമാക്കിയിരിക്കുന്നു. എ ആശങ്കാകുലനല്ല, ബി ബോധവാനല്ല, സി പര്യാകുലനല്ല, ഡി നിർവികാരനാണ്. ഉത്തരം സി പര്യാകുലനല്ല. ചോദ്യം 118. എന്താണ് എല്ലാവർക്കും ഉള്ളതാണ് എന്ന് സഭാപ്രസംഗകൻ 5:9 പറയുന്നത്? എ ധാന്യത്തിലെ കതിർ, ബി വൃക്ഷങ്ങളിലെ പഴങ്ങൾ, സി സുഗന്ധവ്യഞ്ജനങ്ങൾ, ഡി ഭൂമിയിലെ വിളവ്. ഉത്തരം ഡി ഭൂമിയിലെ വിളവ്. ചോദ്യം 119 പൂരിപ്പിക്കുക. അതും വലിയ ഡാഷ്, അവൻ വന്നതുപോലെ തന്നെ പോകും. എ കഷ്ടമാണ്, ബി പാപമാണ്, സി തിന്മയാണ്, ഡി വ്യർത്ഥതയാണ്. ഉത്തരം സി തിന്മയാണ്. ചോദ്യം 120 സഭാപ്രസംഗകൻ 2:24 സമാനമായി പുതിയ നിയമത്തിലെ ലേഖനത്തിൽ നിന്നുള്ള ഒരു വാക്യമേത്? എ 1 കോറിന്തോസ് 12:32, 13:32, 14:32, 15:32. ഉത്തരം ഡി 1 കോറിന്തോസ് 15:32. ചോദ്യം 121 സഭാപ്രസംഗകൻ 5:17 പ്രകാരം നാലാമതായി ഏത് അവസ്ഥയിൽ തള്ളി നീക്കിയ ജീവിതമാണ് പറയുന്നത്? എ പീഡനത്തിൽ, ബി രോഗത്തിൽ, സി അസ്വസ്ഥതയിൽ, ഡി ക്ലേശത്തിൽ. ഉത്തരം ബി രോഗത്തിൽ. ചോദ്യം 122 അധ്യായവും വാക്യവും ഏത്? പ്രകാശം അന്ധകാരത്തെ എന്ന പോലെ ജ്ഞാനം ഭോഷത്വത്തെ അതിശയിക്കുന്നു. എ സഭാപ്രസംഗകൻ 2:4, 2:6, 2:13, 2:11. ഉത്തരം സി സഭാപ്രസംഗകൻ 2:13. ചോദ്യം 123 എന്ത് ആസ്വദിച്ച് കഴിയുന്നതാണ് ഉത്തമവും യോഗ്യവുമായി സഭാപ്രസംഗകൻ കണ്ടിട്ടുള്ളത്? എ അന്യൻ്റെ ധനം, ബി അധ്വാനഫലം, സി വിശ്രമം, ഡി വിരുന്ന് ഭക്ഷണം. ഉത്തരം ബി അധ്വാനഫലം. ചോദ്യം 124 ജീവിതത്തിൻ്റെ എന്തു കൊഴിഞ്ഞു പോകുന്നതിനെക്കുറിച്ചാണ് അവൻ പര്യാകുലൻ അല്ലാത്തത്? എ നിമിഷങ്ങൾ, ബി മാസങ്ങൾ, സി ദിനങ്ങൾ, ഡി വർഷങ്ങൾ. ഉത്തരം സി ദിനങ്ങൾ. ചോദ്യം 125 യാക്കോബ് 3:8 അനുസരിച്ച് മനുഷ്യന് എന്തിനെ നിയന്ത്രിക്കാൻ കഴിയില്ല? എ മനസ്സിനെ, ബി നാവിനെ, സി ദേഷ്യത്തെ, ഡി വിശപ്പിനെ. ഉത്തരം ബി നാവിനെ. ചോദ്യം 126 സഭാപ്രസംഗകൻ 5:15 സമാനമായ ജോബ് പുസ്തകത്തിലെ വാക്യം? എ ജോബ് 1:1, ബി ജോബ് 1:21, സി ജോബ് 42:1, ഡി ജോബ് 2:1. ഉത്തരം ബി ജോബ് 1:21. ചോദ്യം 127 വ്യർത്ഥ പ്രയത്നം കൊണ്ട് ലഭിക്കുന്ന ഫലങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? എ വിലാപം, ബി ആകുലത, സി സന്തോഷം, ഡി രോഗം. ഉത്തരം സി സന്തോഷം. ചോദ്യം 128 അധ്യായവും വാക്യവും ഏത്? ഭൂമിയുടെ വിളവ് എല്ലാവർക്കും ഉള്ളതാണ്, രാജാവിനും വിളവിൽ ആശ്രയിക്കാതെ വയ്യ. എ സഭാപ്രസംഗകൻ 5:9, 5:1, 5:11, 5:12. ഉത്തരം എ സഭാപ്രസംഗകൻ 5:9. ചോദ്യം 129 ദൈവത്തിന് നേർച്ച നേർന്നാൽ നിറവേറ്റാൻ താമസിക്കരുത്, മൂഢരിൽ അവിടത്തേക്ക് പ്രീതിയില്ല. തുടർന്നു വരുന്ന ഭാഗമേത്? എ നേരുന്നത് ഉടൻ ചെയ്യുക, ബി നേരാതിരിക്കുക ഉത്തമം, സി നേർന്നത് നിറവേറ്റാൻ മടിക്കരുത്, ഡി നേരുന്നത് നിറവേറ്റുക. ഉത്തരം ഡി നേരുന്നത് നിറവേറ്റുക. ചോദ്യം 130 ആരെക്കാൾ ഭാഗ്യവാന്മാരാണ് മരിച്ചു പോയവർ എന്ന് സഭാപ്രസംഗകൻ വിചാരിച്ചു? എ ജീവിച്ചിരിക്കുന്നവരേക്കാൾ,
ഡി ജ്ഞാനികളേക്കാൾ, സി ധനികരേക്കാൾ, ഡി രാജാക്കന്മാരേക്കാൾ. ഉത്തരം എ ജീവിച്ചിരിക്കുന്നവരേക്കാൾ. ചോദ്യം 131. കീറാനും തുന്നാനും കാലമുള്ളതുപോലെ സഭാപ്രസംഗകൻ 3:7 പ്രകാരം ഏതിനാണ് കാലമുള്ളത്? എ പഠിക്കാനും പഠിപ്പിക്കാനും, ബി യാത്ര ചെയ്യാനും വിശ്രമിക്കാനും, സി മൗനം പാലിക്കാനും സംസാരിക്കാനും, ഡി എഴുതാനും വായിക്കാനും. ഉത്തരം സി മൗനം പാലിക്കാനും സംസാരിക്കാനും. ചോദ്യം 132. മനുഷ്യനെ സന്തുഷ്ടനാക്കുന്നത് എന്തെന്ന് അറിയാൻ അദ്ദേഹം എന്തിനെയാണ് ആശ്ലേഷിച്ചത്? എ ഭോഷത്വത്തെ, ബി കഠിനാധ്വാനത്തെ, സി ഭക്തിയെ, ഡി മൗനത്തെ. ഉത്തരം എ ഭോഷത്വത്തെ. ചോദ്യം 133. താൻ ആരുടെ പുത്രൻ എന്നാണ് സഭാപ്രസംഗകൻ അവകാശപ്പെടുന്നത്? എ അബ്രാഹത്തിൻ്റെ, ബി മോശയുടെ, സി ദാവീദിൻ്റെ, ഡി സാമുവേലിൻ്റെ. ഉത്തരം സി ദാവീദിൻ്റെ. ചോദ്യം 134. ചാപിള്ള കണ്ടിട്ടില്ലാത്തത് എന്താണ്? എ മനുഷ്യരെ, ബി ലോകത്തെ, സി വെളിച്ചം, ഡി സമ്പത്ത്. ഉത്തരം സി വെളിച്ചം. ചോദ്യം 135. ദൈവസന്നിധിയിൽ എന്തെടുക്കുവാനാണ് തിടുക്കം കൂട്ടരുതാത്തത്? എ പ്രതിജ്ഞ, ബി തീരുമാനങ്ങൾ, സി ഉപദേശം, ഡി വരം. ഉത്തരം എ പ്രതിജ്ഞ. ചോദ്യം 136. ഇനിയും ജനിച്ചിട്ടില്ലാത്തവർ ഭാഗ്യവാന്മാരാകാൻ കാരണമെന്ത്? എ അധ്വാനം ഇല്ലാത്തതിനാൽ, ബി സൂര്യന് കീഴെ നടക്കുന്ന തിന്മകൾ കണ്ടിട്ടില്ലാത്തതിനാൽ, സി സ്വർഗത്തിൽ ആയതിനാൽ, ഡി ദാരിദ്ര്യം ഇല്ലാത്തതിനാൽ. ഉത്തരം ബി സൂര്യന് കീഴെ നടക്കുന്ന തിന്മകൾ കണ്ടിട്ടില്ലാത്തതിനാൽ. ചോദ്യം 137. ദൈവം സമസ്തവും സൃഷ്ടിച്ചത് എങ്ങനെയാണ്? എ പെട്ടെന്ന്, ബി അതതിൻ്റെ കാലത്ത് ഭംഗിയായി, സി മനുഷ്യന് മനസ്സിലാകാത്ത വിധം, ഡി ഒരു ക്രമവുമില്ലാതെ. ഉത്തരം ബി അതതിൻ്റെ കാലത്ത് ഭംഗിയായി. ചോദ്യം 138. അദ്ദേഹത്തിൻ്റെ അടിമകൾ എവിടെ നിന്നുള്ളവരായിരുന്നു? എ അയൽ രാജ്യങ്ങളിൽ നിന്ന്, ബി യുദ്ധത്തിൽ പിടിക്കപ്പെട്ടവർ, സി തൻ്റെ വീട്ടിൽ പിറന്നവർ, ഡി സമ്മാനമായി ലഭിച്ചവർ. ഉത്തരം സി തൻ്റെ വീട്ടിൽ പിറന്നവർ. ചോദ്യം 139. എന്താണ് വരികയും പോവുകയും ചെയ്യുന്നത്? എ കാറ്റ്, ബി നദികൾ, സി തലമുറകൾ, ഡി സൂര്യൻ. ഉത്തരം സി തലമുറകൾ. ചോദ്യം 140. എല്ലാവരും ഒടുവിൽ ചെന്നടിയുന്നത് എവിടെയാണ്? എ മണ്ണിൽ, ബി ഒരിടത്ത്, സി പലയിടത്ത്, ഡി ആകാശത്ത്. ഉത്തരം ബി ഒരിടത്ത്. ചോദ്യം 141. ദൈവം സ്വർഗത്തിലും നീ ഭൂമിയിലും ആയതുകൊണ്ട് നിൻ്റെ വാക്കുകൾ എന്തായിരിക്കട്ടെ? എ മധുരമുള്ളത്, ബി സത്യമുള്ളത്, സി ചുരുങ്ങിയിരിക്കട്ടെ, ഡി അറിവുള്ളത്. ഉത്തരം സി ചുരുങ്ങിയിരിക്കട്ടെ. ചോദ്യം 142. മനുഷ്യരുടെ പരസ്പര സ്പർദ്ധയുടെ ഫലമാണ് എന്ന് സഭാപ്രസംഗകൻ ഗ്രഹിച്ചത് എന്തിനെയാണ്? എ എല്ലാ അധ്വാനവും, എല്ലാ വൈദഗ്ധ്യവും, ബി യുദ്ധങ്ങളെ, സി കുടുംബ കലഹത്തെ, ഡി ദാരിദ്ര്യത്തെ. ഉത്തരം എ എല്ലാ അധ്വാനവും, എല്ലാ വൈദഗ്ധ്യവും. ചോദ്യം 143. ജീവിതകാലം മുഴുവൻ എന്ത് ചെയ്യുന്നതിനേക്കാൾ കാമ്യമായി മനുഷ്യർക്ക് യാതൊന്നുമില്ല എന്നാണ് സഭാപ്രസംഗകൻ 3:12 പറയുന്നത്? എ സുഭിക്ഷമായി ഭക്ഷിക്കുന്നതിനേക്കാൾ, ബി അധ്വാനിക്കുന്നതിനേക്കാൾ, സി ആനന്ദിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്നതിനേക്കാൾ, ഡി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ. ഉത്തരം സി ആനന്ദിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്നതിനേക്കാൾ. ചോദ്യം 144. വിനോദത്തിനായി അദ്ദേഹം ആരെയൊക്കെയാണ് നിയോഗിച്ചത്? എ ഗായകന്മാരെയും ഗായികമാരെയും, ബി കായിക താരങ്ങളെ, സി വിദൂഷകരെ, ഡി ചിത്രകാരന്മാരെ. ഉത്തരം എ ഗായകന്മാരെയും ഗായികമാരെയും. ചോദ്യം 145. അവൻ്റെ പ്രയത്നഫലത്തിൽ നിന്നും അവൻ എന്ത് ചെയ്യുകയില്ല? എ ദാനം ചെയ്യുകയില്ല, ബി കൊണ്ടുപോവുകയില്ല, സി ഉപേക്ഷിക്കുകയില്ല, ഡി സന്തോഷിക്കുകയില്ല. ഉത്തരം ബി കൊണ്ടുപോവുകയില്ല. ചോദ്യം 146. സഭാപ്രസംഗകൻ 2:24 സമാനമായി ലൂക്കാ സുവിശേഷത്തിലെ വാക്യമേത്? എ ലൂക്ക 10:19, ബി ലൂക്ക 11:19, സി 12:19, ഡി 13:19. ഉത്തരം സി ലൂക്ക 12:19.
ചോദ്യം 147. സഭാപ്രസംഗകൻ 5:17 പ്രകാരം തള്ളി നീക്കിയ ജീവിതത്തിലെ രണ്ടാമത്തെയും മൂന്നാമത്തെയും അവസ്ഥകൾ: എ. അസ്വസ്ഥത, ദുഃഖം. ബി. വിലാപം, ആകുലത. സി. വിലാപം, അന്ധകാരം. ഡി. ആകുലത, അസ്വസ്ഥത. ഉത്തരം ബി. വിലാപം, ആകുലത. ചോദ്യം 148. അധ്യായവും വാക്യവും ഏത്? ഞാൻ വലിയ കാര്യങ്ങൾ ചെയ്തു, ഞാൻ എനിക്ക് വേണ്ടി മാളികകൾ പണിതു. എ. സഭാപ്രസംഗകൻ 2:4, 2:6, 2:7, 2:11. ഉത്തരം എ. സഭാപ്രസംഗകൻ 2:4. ചോദ്യം 149. ദൈവദത്തമായ എന്താണ് മനുഷ്യൻ തിന്നും കുടിച്ചും കഴിയുന്നത്? എ. ഈ ഹ്രസ്വജീവിതം. ബി. ഈ ലോക ജീവിതം. സി. ആത്മീയ ജീവിതം. ഡി. കുടുംബജീവിതം. ഉത്തരം എ. ഈ ഹ്രസ്വജീവിതം. ചോദ്യം 150. ഓരോ വ്യക്തിയും തൻ്റെ എന്തിനെയാണ് മാനിക്കുകയും അധ്വാനഫലം ആസ്വദിക്കുകയും ചെയ്യേണ്ടത്? എ. പദവിയെ. ബി. അവസ്ഥയെ. സി. ശത്രുവിനെ. ഡി. ബന്ധുക്കളെ. ഉത്തരം ബി. അവസ്ഥയെ. ഇതോടെ ഈ സെറ്റിലെ ചോദ്യങ്ങൾ അവസാനിക്കുകയാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നാം ഓരോരുത്തരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. ആമേൻ.